അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നോക്കുക, കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ വാലൻസ് ബോണ്ട് തിയറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ്. NCERT-യിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന 2 കേസുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. നോക്കുക, 2 കോമ്പൗണ്ടുകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് NiCl4 2- പറ്റിയും NiCO4 ടൈംസിനെ പറ്റിയുമാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. NiCl4 ടൈംസ് എന്ന് പറയുന്ന കോംപ്ലക്സ് പാരാമാഗ്നറ്റിക്കും NiCO4 ടൈംസ് എന്നുള്ള ആള് ഡയാമാഗ്നറ്റിക്കുമാണ്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ജോമെട്രി ആൻഡ് ദ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. നോക്കിയേ, നമുക്ക് ആദ്യമേ NiCl4 2- എടുക്കാം. നിക്കലിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ക്ലോറിന് -1 ചാർജാണ് ഉണ്ടാവുക. സോ 4 ക്ലോറിൻ -4, നിക്കലിന് ഞാൻ തൽക്കാലം X എന്ന് കൊടുക്കുന്നു. സമ്മേഷൻ ഈസ് ഈക്വൽ ടു ചാർജ് ഓഫ് ദ സ്പീഷീസ് -2. സോ എക്സിന്റെ വാല്യൂ വരും +2. ദാറ്റ് മീൻസ് നിക്കൽ ഇവിടെ Ni2+ ആയിട്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത്. നിക്കലിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2 ആണ്. നിക്കലിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2 എന്ന് പറയാത്ത ഓപ്ഷൻ ഇവിടെ മാത്രം, 4th ഓപ്ഷൻ മാത്രമാണ്, നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. NiCl4-നകത്ത് Ni2+ ആണ് ഉണ്ടാവുക വിത്തൗട്ട് എനി ഡൗട്ട്. ഇനി നമുക്ക് ഇതിന്റെ ക്യാരക്ടേഴ്സും കൂടെ നോക്കാവുന്നതാണ്. നിക്കലിന്റെ കോൺഫിഗറേഷൻ വരിക 3d8 എന്നായിരിക്കും വരിക. നിക്കലിന്റെ കോൺഫിഗറേഷൻ 3d8 4s2. നിക്കൽ 2+ ആകുമ്പോൾ 4sലെ 2 ഇലക്ട്രോൺ പോയി 3d8. 3d8 കോൺഫിഗറേഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. 3d8 കോൺഫിഗറേഷൻ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ദിസ് ഇസ് 3d 4s 4p ഓർബിറ്റലുകളോടെ വേക്കൻ്റ് ആയിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക, ക്ലോറിൻ എന്ന് പറയുന്ന ആള്, ക്ലോറിൻ ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ക്ലോറിൻ ഒരു വീക്ക് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് ഇവിടെ പെയറിങ് സംഭവിക്കില്ല. നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ വേക്കൻ്റ് ഓർബിറ്റലായിട്ടുള്ള എസും പിയും ചേർന്നിട്ടുള്ള sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ഇവിടെ സംഭവിക്കുക. sp3 ആണെങ്കിൽ ഷേപ്പ് എന്ത് വരും? ടെട്രാഹിഡ്രൽ. ടെട്രാഹിഡ്രൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. സോ NiCl4ന്റെ ഷേപ്പ് ടെട്രാഹിഡ്രൽ ആണ്, സ്ക്വയർ പ്ലാനർ അല്ല. യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ 1 ഓൾസോ. ഓക്കെ, 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഇയാൾ പാരാമാഗ്നറ്റിക്കും ആയിരിക്കും. നമുക്കത് തന്നിട്ടുണ്ട്. കറക്റ്റ്, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. നമുക്ക് രണ്ടാമത്തെ മോളിക്യൂളിനെ പറ്റി നോക്കാം. NiCO4 ടൈംസ്. ശ്രദ്ധിക്കുക, കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾ ന്യൂട്രൽ ഗ്രൂപ്പാണ്. ഇവർ ന്യൂട്രൽ ആണ്. ഓവറോൾ കോംപ്ലക്സ് ന്യൂട്രൽ ആണെങ്കിൽ നിക്കലിന്റെ ഓക്സിഡേഷൻ 0 ആവാനേ വഴിയുള്ളൂ. സോ NiCO4 ടൈംസിനകത്ത് നിക്കലിന്റെ ഓക്സിഡേഷൻ 0 എന്നാണ് വരേണ്ടത്, അല്ലാണ്ട് +2 എന്നല്ല. നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഒഴിവാക്കാം. അങ്ങനെ നമുക്ക് ഓപ്ഷൻ 2 സെലക്ട് ചെയ്യാം. എന്നാലും നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നിക്കലിന്റെ ഓക്സിഡേഷൻ 0 എന്ന് തന്നെയാണ്. നിക്കലിന്റെ കോൺഫിഗറേഷൻ വരിക 3d8 4s2 എന്നാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, CO എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ CO എന്താ ചെയ്യുക? 4sലെ 2 ഇലക്ട്രോണിനെ 3dയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ദ കോൺഫിഗറേഷൻ ബിക്കം 3d10. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ വരച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? 1 2 3 4 5 6 7 8 9 10 ഇലക്ട്രോണും ഡിയിലാണ് ഉണ്ടാവുക. 4s ആൻഡ് 4p ഇങ്ങനെ ഉണ്ടാവും. ഇവിടത്തെയും ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ തന്നെയായിരിക്കും. സോ ദ ഷേപ്പ് ഈസ് അഗെയിൻ ടെട്രാഹിഡ്രൽ. ടെട്രാഹിഡ്രൽ ഷേപ്പ് തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക. അപ്പൊ 2 ആൾക്കാരുടെയും ഷേപ്പ് എന്ത് തന്നെയാണ് വരിക? ടെട്രാഹിഡ്രൽ. നിക്കലിന്റെ ഓക്സിഡേഷൻ ക്ലോറിനുമായി ചേരുന്ന സമയത്ത് +2ഉം CO-ആയിട്ട് ചേരുന്ന സമയത്ത് 0 ആയിരിക്കും ഉണ്ടാവുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 വിതൗട്ട് എനി ഡൗട്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ 2 ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്.